ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹെൽത്തി ദോശയായാലോ? ബജ്ര ദോശ അല്ലെങ്കിൽ പേൾ മില്ലറ്റ് ദോശ ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഞാൻ 1.5 ഗ്ലാസ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ് ബജ്ര അല്ലെങ്കിൽ പേൾ മില്ലറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മില്ലറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഫൈബറും പ്രോട്ടീനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും മിനറൽസും കൊണ്ട് റിച്ച് ആണ്. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാൻ ശ്രമിക്കാം. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ മിനിമം ഒരു നേരമെങ്കിലും മില്ലറ്റ്സ് കഴിക്കാൻ നോക്കുക കേട്ടോ. നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മളിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തം കവറാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിൽ വെക്കണം. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കിത് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചോറ് കൂടെ ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം. രാത്രി മുഴുവൻ ഇത് അടച്ചു വയ്ക്കാം. രാവിലെ നമുക്ക് തുറന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ നിങ്ങൾക്ക് മില്ലറ്റ്സ് മാത്രമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ പച്ചരി ഒഴിവാക്കിയിട്ട് മില്ലറ്റ് മാത്രം വെച്ച് ദോശ ചുടാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ റെസിപ്പീസായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.